പെയ്തൊഴിഞ്ഞ മഴ പോലെ വന്ന നിലവേ. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട് ടോൺസസിൻ്റെ. അപ്പോൾ പറ്റുന്നവർ വായിക്കുന്നതായിരിക്കും ബെറ്റർ. പറയുന്നത് അത്ര ശരിയാവണമെന്നില്ല. കഴിഞ്ഞ ദിവസം തീരെ വയ്യായിരുന്നു, അതാട്ടോ സ്റ്റോറി തരാൻ കഴിയാതിരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ കിടക്കാനാണോ പ്ലാൻ? ഗോവർദ്ധൻ്റെ കടുത്ത സ്വരം ഗൗരി കേട്ടതും അവൾ സോഫയിൽ നിന്നും ചാടിപ്പിഴഞ്ഞെഴുന്നേറ്റു. മൊബൈൽ ഫ്ലാഷ് അടിച്ചു നിൽക്കുന്ന ഗോവർദ്ധനെ പരിഭ്രമത്തോടെ നോക്കി നിന്നു ഗൗരി. വന്ന് അകത്ത് കിടക്കാൻ നോക്ക്. അച്ഛനോ അമ്മയോ എഴുന്നേറ്റ് വന്നാൽ നിന്നെ ഇവിടെ കണ്ടാൽ ശരിയാവില്ല. അപ്പോഴും ഒരു മയവും ഉണ്ടായിരുന്നില്ല ഗോവർദ്ധൻ്റെ സ്വരത്തിൽ. ഗൗരി ഒന്നും മിണ്ടാതെ പതിയെ മുന്നോട്ട് നടന്നതും ഫ്ലാഷ് അടിച്ച് അവൾക്ക് പുറകെ ഗോവർദ്ധനും ഉണ്ടായിരുന്നു. റൂമിലെത്തിയിട്ടും ആകെ ഒരു പരവേശം തോന്നി ഗൗരിക്ക്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗോപേട്ടൻ്റെ കൂടെ ഒരു റൂമിൽ ഒരു രാത്രിയിൽ. കിടക്കുന്നില്ലേ? ഇന്നിനി കറണ്ട് വരില്ല. റൂമിൻ്റെ വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് ഗൗരിക്ക് നേരെ തിരിഞ്ഞ് ഗോവർദ്ധൻ പറഞ്ഞതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പതിയെ ബെഡിലേക്ക് കയറി ചുമരിനോട് പറ്റിച്ചേർന്ന് കിടന്നു. അപ്പോഴും നല്ല ഇടിയും മിന്നലും പുറത്തുണ്ടായിരുന്നു. ഒപ്പം പേമാരി പോലെ മഴയും പെയ്യുന്നുണ്ട്. ഗൗരി കിടന്നതും അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മൊബൈൽ ഫ്ലാഷ് ഓഫാക്കി ഗോവർദ്ധനും ബെഡിൻ്റെ അരികുവശം വന്നു കിടന്നു. ഗൗരി ഉറങ്ങിയോ? അല്പസമയം കഴിഞ്ഞതും ഗോവർദ്ധൻ ചോദിച്ചു. നല്ല തണുപ്പുണ്ടെങ്കിലും അവൻ ഉറക്കം വന്നതേയില്ല. തൊട്ടരികിലൊരു പെണ്ണ്, അതും തൻ്റെ താലിയും അണിഞ്ഞു കിടക്കുന്നവൾ. അവനും ഒരാണല്ലേ, വികാരം നിയന്ത്രിക്കാൻ കുറച്ചു പാടുപെടും. അവൾ ഇല്ലെന്ന അർത്ഥത്തിലൊന്ന് മൂളി. അവൾക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഒരു പുരുഷൻ്റെ സാന്നിധ്യം അവളെയും ബാധിച്ചിരുന്നു. എന്തിനാ ഇങ്ങനെ രാവും പകലും കഷ്ടപ്പെടുന്നത്? ഇന്ന് ഷോപ്പിൽ വെച്ച് ഗൗരിയെ കണ്ടതും അതുപോലെ 9 മണിവരെ ചേച്ചി പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടെന്ന് ഗാഥ പറഞ്ഞതൊക്കെ ഓർത്തുകൊണ്ടാണ് ഗോവർദ്ധൻ ചോദിച്ചത്. ജീവിക്കണ്ടേ? പറയുമ്പോൾ ഒരു വിങ്ങൽ അവളിൽ അനുഭവപ്പെട്ടു. കണ്ണുകളിൽ നീർത്തിളക്കം രൂപപ്പെട്ടു. അപ്പോഴും ചുമരിനെ പറ്റി ചുമരിന് അഭിമുഖമായിട്ടാണ് അവൾ കിടക്കുന്നത്. ഗോവർദ്ധൻ്റെ ഭാഗം തിരഞ്ഞതേയില്ല. എന്നോട് ദേഷ്യമുണ്ടോ? മൃദുലമായ ഗോവർദ്ധൻ്റെ സ്വരം. ഇല്ല, ഗൗരി മൂളിക്കൊണ്ട് പറഞ്ഞു. അതെന്താ എന്നോട് ദേഷ്യമില്ലാത്തത്? ദേഷ്യമില്ലെന്ന് ഗൗരി പറഞ്ഞപ്പോൾ അത് അറിയാനുള്ള വ്യഗ്രത അവന് കൂടി. ദേഷ്യമില്ലാഞ്ഞിട്ട്? അല്ലെങ്കിലും ഗോപേട്ടനോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാനല്ലേ തെറ്റുകാരി? ഞാനല്ലേ ഗോപേട്ടൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചത്? പറഞ്ഞു കഴിയുമ്പോൾ ഗൗരിയുടെ ശബ്ദം ഇടറിയിരുന്നു. ഞാനും കാരണക്കാരനാണല്ലോ. അന്ന് തന്നെ വീട്ടിൽ വന്ന് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഗോവർദ്ധൻ പറഞ്ഞതും അല്പസമയത്തേക്ക് അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. പാറുവിനോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ? മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഗൗരി സംസാരിച്ചു. ഈ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവളൊരു ഭാര്യയാണ്. ഭർത്താവ് തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റൊരു പെണ്ണിനെ ഇപ്പോഴും ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ഏതൊരു പെണ്ണും തിടുക്കം കൂട്ടും. അതേ വികാരം തന്നെയായിരുന്നു ഗൗരിക്കും. അതിന് ഞാൻ പാറുവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, പ്രണയിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെ എനിക്ക് ഇപ്പോഴും അവളോട് ഇഷ്ടം തോന്നും? ഗോവർദ്ധൻ പറഞ്ഞതും ഞെട്ടിക്കൊണ്ട് ഗൗരി ബെഡിൽ നിന്നും എഴുന്നേറ്റ് കൈകൾ രണ്ടും തലക്കടിയിലേക്ക് വെച്ച് കിടക്കുന്ന ഗോവർദ്ധനെ നോക്കി. കൂരിരുട്ടല്ല, പരസ്പരം രണ്ടുപേർക്കും കാണാൻ വിധത്തിലുള്ള ഇരുട്ട് മാത്രം. ഗോപേട്ടൻ എന്താ പറഞ്ഞത്? പാറുവിനെ ഇഷ്ടമായിരുന്നില്ലെന്നോ? പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ? ഗൗരിക്കൊന്നും മനസ്സിലായില്ല. ഈ ഗോപേട്ടൻ തന്നെയല്ലേ പാറുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്, ശിവേട്ടനുമായി പാറുവിനെ തെറ്റിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? സംശയമായി അവളിൽ. ശിവയോടുള്ള ദേഷ്യം മാത്രമാണ് പാറുവിനോട് എനിക്കിഷ്ടം തോന്നിപ്പിച്ചത്. പൂർണ്ണമായും പാർവതി ശിവയുടേതായതിനു ശേഷം
അവളെ നഷ്ടപ്പെട്ട ഒരു വേദന എനിക്കുണ്ടായിരുന്നില്ല. പ്രണയിച്ചിരുന്നെങ്കിൽ ചെറു വേദനയെങ്കിലും തോന്നാതിരിക്കുമോ? നമ്മുടെ പ്രണയം മറ്റൊരാട്ടതാവുന്നത് സഹിക്കാൻ കഴിയുമോ? പക്ഷേ എനിക്കങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നില്ല. ദേഷ്യമുണ്ടായിരുന്നു. ശിവയുടെ പാറുവിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പാറുവിനെ സ്വന്തമാക്കി ശിവയെ വേദനപ്പെടുത്തുക, അത് മാത്രമായിരുന്നു ലക്ഷ്യവും. അതിനിടയിൽ പ്രണയം കടന്നു വന്നിട്ടുണ്ടാകാം, പക്ഷേ ആത്മാർത്ഥമായിട്ടല്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അല്ല, എന്താ ഇപ്പോഴും അങ്ങനെ ചോദിക്കാൻ? ഗൗരിക്കുള്ള മറുപടി നൽകിയതിന് ശേഷം അവനും കിടന്നിടത്തു നിന്നും എഴുന്നേറ്റിരുന്നു. ഏയ്, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. അവളിൽ വെപ്രാളം കടന്നുകൂടി. അറിയാതെ ചോദിച്ചു പോയതാണ്. ചോദിക്കണമെന്ന് കരുതി ചോദിച്ചതല്ല. തന്നോട് അല്പം അടുപ്പം കാണിച്ചപ്പോൾ ചെറു സ്വാതന്ത്ര്യമെടുത്തു, അത്രമാത്രം. താൻ കിടന്നോ, നാളെ മുതൽ ബന്ധുക്കളൊക്കെ ഉണ്ടാകും. പതിഞ്ഞ സ്വരത്തിൽ ഗോവർദ്ധൻ പറഞ്ഞതും ഗൗരി വീണ്ടും ചുമരിന് പറ്റിച്ചേർന്ന് കിടന്നു. ഇതേ സമയം അവളുടെ മനസ്സാകെ ഗോവർദ്ധൻ്റെ പതിഞ്ഞുള്ള സംസാരമായിരുന്നു. ഇങ്ങനെ അടുത്ത കാലത്തൊന്നും അവൾ ഗോവർദ്ധനെ കണ്ടിരുന്നില്ല. ഗോവർദ്ധൻ്റെ ചെറിയ മാറ്റം പോലും അവളിൽ സന്തോഷമുളവാക്കി. എന്തെന്നറിയാത്ത ഒരു സന്തോഷം അവളെ വന്നു മൂടി. ഗോവർദ്ധനും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നാളും താൻ ചെയ്തു കൂട്ടിയതൊക്കെ ഓർത്ത് അവന് കുറ്റബോധം തോന്നുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണിൻ്റെ ജീവിതവും താൻ നശിപ്പിച്ചെന്നോർക്കുമ്പോൾ അവന് വല്ലാത്ത വേദനയും തോന്നി. കയ്യാലത്ത് വീട് കല്യാണ തിരക്കിലായി. ബന്ധുക്കളും നാട്ടുകാരും തലേ ദിവസമേ വരാൻ തുടങ്ങി. നാട്ടിൻ പുറത്തുള്ള കല്യാണമല്ലേ, അതിൻ്റേതായ ഒരുക്കങ്ങളുണ്ട്. വീട്ടിൽ കതിർ മണ്ഡപത്തിൽ വച്ചാണ് വിവാഹം. തലേന്നുള്ള ഒരുക്കങ്ങളിൽ ബന്ധുക്കളും നാട്ടുകാരും കൂടി. രാവിലെ തന്നെ മംഗലശ്ശേരിയിൽ നിന്നും പാറുവും ശിവയും അവരോടൊപ്പം ഗൗതമിയും കയ്യാലത്ത് വീട്ടിലേക്ക് എത്തിയിരുന്നു. ഗൗതമി തലേ ദിവസം തന്നെ വന്നത് എല്ലാവരിലും അതിശയമുളവാക്കി. പാറുവിനെയും ഗൗതമിയെയും കൈകാലത്ത് വീട്ടിലാക്കി ശിവ നേരെ സായിയുടെ അടുത്തേക്ക് പോയിരുന്നു. അവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് റിസപ്ഷൻ, അതും അടുത്ത ബന്ധുക്കളും ചുറ്റുപാടുമുള്ളവരും മാത്രമായി. അധികം നാൾ ഒന്നും ആയിട്ടില്ലല്ലോ അവർ നാട്ടിലേക്ക് താമസം മാറിയിട്ട്. അതുകൊണ്ട് ആരെയും കൂടുതൽ പരിചയമില്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിലാണ് അവർ റിസപ്ഷൻ നടത്തുന്നത്. രാവിലെ മുതൽ ഗൗരി അടുക്കളയിലാണ്. നാട്ടുപുറമല്ലേ, മരുമകൾ വേണം എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കാൻ. അവകാശമൊന്നുമല്ലെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സംശയത്തിന് നിന്നു കൊടുക്കാതെ ഗൗരി എല്ലാം ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ നിന്നും അവൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഓരോ ആവശ്യത്തിന് ഓരോരുത്തർ അവളെയും ടീച്ചറെയുമാണ് വിളിക്കുന്നത്. പാറുവിന് വയ്യായ്ക കൊണ്ട് ദേവുവിൻ്റെ മുറിയിലുണ്ട്. ഇന്നലെ തൊട്ട് പാറുവിന് ഛർദി. പാറുവിൻ്റെ അടുത്ത് ഗൗതമിയുമുണ്ട്. പാറു, നീ കുറച്ചു നേരം കിടക്ക്, അപ്പോൾ ഈ ക്ഷീണമൊക്കെ മാറും. ഞാൻ ഗൗരിയോട് പറഞ്ഞ് ജ്യൂസ് എടുപ്പിക്കാം. വേണ്ട ദേവു, ഞാൻ അല്പസമയം ഉറങ്ങട്ടെ, അതിനുശേഷം എന്തെങ്കിലും കഴിക്കാം. അത്രയും അവശത തോന്നുന്നുണ്ട് പാറുവിന്. എന്നാലും എന്തെങ്കിലും കുടിച്ചിട്ട് കിടക്കുമോളെ, കഴിച്ചതൊക്കെ ഛർദ്ദിച്ചു പോയില്ലേ? ഗൗതമി കൂടി പറഞ്ഞതും പാറു പിന്നെ എതിർക്കാൻ നിന്നില്ല. ദേവു അപ്പോൾ തന്നെ അടുക്കളയിലേക്ക് ചെന്ന് ഗൗരിയോട് പറഞ്ഞ് പാറുവിനുള്ള ജ്യൂസുമായി റൂമിലേക്ക് വന്നു. ദാ, ഇത് കുടിക്ക്, എന്നിട്ട് നീ കുറച്ച് സമയം ഉറങ്ങ്. ദേവു നീട്ടിയ ജ്യൂസ് അല്പാൽപമായി കുടിച്ച് പകുതിയാക്കി പാറു. ഇനി വേണ്ട, ഇനിയും കുടിച്ചാൽ ഛർദ്ദിക്കും. പിന്നീട് ഗൗതമിയോ ദേവുവോ പാറുവിനെ നിർബന്ധിക്കാൻ പോയില്ല. രണ്ടുപേരും റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവൾ പതിയെ ഒരു മയക്കത്തിലേക്ക് വീണിരുന്നു. ആ ഉണ്ണി. പാറുവിൻ്റെ വീട്ടിൽ നിന്നും ഉണ്ണിയും അഞ്ജുവും ലളിതയും കല്യാണ വീട്ടിലേക്കെത്തി. കൂടെ അഞ്ജുവിൻ്റെ 6 മാസം പ്രായമെത്തിയ കുഞ്ഞും. നീ കാലത്ത് എത്തുമെന്ന് ഞാൻ കരുതി. ഉണ്ണി വന്നതും ഉണ്ണിയെ ചേർത്ത് പിടിച്ചു ജിത്തു പറഞ്ഞു. കാലത്തെ വരണമെന്ന് കരുതിയതാടാ. അതിനിടയിൽ മോൾക്ക് ചെറിയൊരു അസ്വസ്ഥതക്കേട്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് വരുന്നത്. ഓ അതെയോ? ഉണ്ണിയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന മോളുടെ കയ്യിൽ പതിയെ പിടിച്ചുകൊണ്ട് ജിത്തു പറഞ്ഞു. അഞ്ജു, മോളെ റൂമിൽ എവിടെയെങ്കിലും കിടത്ത്, അവൾ ഉറങ്ങിക്കോട്ടെ. ഉണ്ണി പതിയെ മകളെ അഞ്ജുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞതും അഞ്ജുവും ലളിതയും ജിത്തുവിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് വന്നു.
ആഹാ, ഇപ്പോഴാണോ രണ്ടുപേരും വരുന്നത്? അകത്തേക്ക് കയറി വന്ന അഞ്ജുവിനെയും ലളിതയെയും കണ്ടപാടെ ടീച്ചർ വന്ന് ലളിതയുടെ കയ്യിൽ പിടിച്ച് പുഞ്ചിരിയോടെ ചോദിച്ചു. കാലത്തെ വരണമെന്ന് നനച്ചതാ. അതിനിടയിൽ മോൾക്ക് ചെറിയൊരു വയ്യായിക. ഹോസ്പിറ്റലിലൊക്കെ പോയി വരുമ്പോഴേക്കും സമയമായി. അതെയോ, മോള് നല്ല ഉറക്കമാണല്ലോ. അഞ്ജുവിൻ്റെ മാറിൽ പതിഞ്ഞുറങ്ങുന്ന മോളെ നോക്കി ടീച്ചർ പറഞ്ഞു. ടീച്ചറെ, മോളെ എവിടെയെങ്കിലും കിടത്തണമായിരുന്നു. അതിനെന്താ അഞ്ജു, ദേ ആ റൂമിൽ കിടത്തിക്കോ, അവിടെ പാറും ഉറങ്ങുന്നുണ്ട്. ടീച്ചർ പറഞ്ഞതും ഒരു നിമിഷം ലളിത എന്ന അമ്മയുടെ മനം ഒന്ന് തുടിച്ചു. ഒരുപാട് തവണ പാറുവിനെ കാണാൻ ശ്രമിച്ചതാണ്. എന്നാൽ അമ്മയെയും അച്ഛനെയും കാണേണ്ടെന്ന് വാശി പിടിച്ചത് പാറു മാത്രമായിരുന്നു. അത്രയും അവൾക്ക് തങ്ങളോട് വിരോധമുണ്ടെന്ന് ലളിതയ്ക്കും രാഘവനും അറിയാം. നിങ്ങൾ മോളെ അവിടേക്ക് കിടത്തിക്കോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് ടീച്ചർ അടുക്കളയിലേക്ക് പോയപ്പോൾ ലളിതയും അഞ്ജും പരസ്പരം നോക്കി. വാ അമ്മേ. ലളിതയും കൂട്ടി അഞ്ജു പാറു കിടക്കുന്ന റൂമിലേക്ക് വന്നു. വാതിൽ പതിയെ തുറന്ന് അഞ്ജുവും പുറകെ ലളിതയും റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന പാറുവിനെയാണ്. അവളുടെ ഉറക്കത്തിൽ തൻ്റെ ഉദരത്തെ പൊതിഞ്ഞു പിടിച്ചിട്ടുമുണ്ട്. പാറുവിനെ കണ്ടതും ലളിതയുടെ കണ്ണുകൾ നിറഞ്ഞു. അഞ്ജുവിൻ്റെയും. ഇതുവരെ അനിയത്തിയുടെ മനസ്സറിയാത്ത, അവളുടെ ഭാഗം പറയാത്ത ഒരു ചേച്ചിയായി പോയി താനെന്ന് ഓർക്കുമ്പോൾ അഞ്ജുവിന് കുറ്റബോധം തോന്നുന്നു. അതേ അവസ്ഥയിലായിരുന്നു ലളിതയും. എപ്പോഴും ഭർത്താവിനും മൂത്ത മകൾക്കും മാത്രം പരിഗണന നൽകി ഇളയ മകളെ അവഗണിക്കുകയായിരുന്നു പതിവ്. അവളുടെ മേൽ എല്ലാ കുറ്റങ്ങളും ചാർത്തി കൊടുക്കുകയായിരുന്നു പതിവ്. പക്ഷെ കാലം തെളിയിച്ചു തന്നു അവളായിരുന്നു ശരിയെന്ന്. അല്ലെങ്കിൽ ദൈവം അവൾക്ക് ഇത്രയും നല്ലൊരു ജീവിതം നൽകില്ലല്ലോ. മനക്കല രാജകുമാരിയായി അവിടുത്തെ രാജകുമാരൻ്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ലല്ലോ. അഞ്ജു, നീ മോളെ അവിടേക്ക് കിടത്തിക്കോ. തൻ്റെ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് ലളിത പറഞ്ഞതും അഞ്ജു അമ്മയെ നോക്കി മൂളിക്കൊണ്ട് ബെഡിലേക്ക് പതിയെ മോളെ കിടത്താൻ നോക്കിയതും അതേസമയം തന്നെ മോള് ഉറക്കം ഞെട്ടി കരയാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം കേട്ടാണ് പാറു ചെറുമയക്കത്തിൽ നിന്നും ഉണർന്നത്. കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് കൺമുന്നിൽ നിൽക്കുന്ന അമ്മയെയും ചേച്ചിയെയും കുഞ്ഞും. പാറു പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. മോളെ. ലളിത പാറുവിൻ്റെ അരികിലേക്ക് വന്ന് അവളുടെ കവിളിൽ തഴുകാൻ നോക്കിയതും അതേസമയം പാറു തൻ്റെ കവിളിൽ തൊടാൻ വന്ന ലളിതയുടെ കൈ തടഞ്ഞു. മോളോ? ആരുടെ മോള്? അവളുടെ വാക്കുകളിൽ ഒരുപാട് വർഷത്തെ വേദനയുണ്ടായിരുന്നു. തന്നെ ഒന്നും മനസ്സിലാക്കാത്ത കുടുംബത്തെക്കുറിച്ചുള്ള അവഗണനയുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു, വെറുപ്പുണ്ടായിരുന്നു. പാറു, നിനക്കെൻ്റെ മോളെ കാണേണ്ടേ? പാറുവിൻ്റെ ദേഷ്യം മാറ്റാൻ ഇതാണ് ഉപായമെന്ന് മനസ്സിലാക്കി അഞ്ജു കുഞ്ഞിനെ പാറുവിന് നേരെ തിരിച്ചു കാണിച്ചു. കാണണം. കുഞ്ഞിനെ ഞാൻ കണ്ടു. എൻ്റെ ഉണ്ണിയേട്ടൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണമല്ലോ. പറയുമ്പോൾ അമ്മയോടും ചേച്ചിയോടുമുള്ള വിദ്വേഷമുണ്ടായിരുന്നു അവളുടെ വാക്കുകളിൽ. എന്നാൽ ആ കുഞ്ഞിപ്പെണ്ണിനെ കണ്ണിറച്ച് കാണുന്നുണ്ടായിരുന്നു പാറു. ഞങ്ങളോട് ക്ഷമിച്ചൂടെ മോളെ? അഞ്ജുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞല്ലോ ചേച്ചി. എന്തിനാ ഞാൻ നിങ്ങളോട് ക്ഷമിക്കേണ്ടത്? അല്ലെങ്കിലും ഞാനും നിങ്ങളും തമ്മിൽ എന്തു ബന്ധമാണുള്ളത്? ഒരനിയത്തിയെന്നോ മകളെന്നോ ചിന്തിക്കാതെ വീട്ടിൽ നിന്നും മനസ്സിൽ നിന്നും എന്നെ പടിയിറക്കി വിട്ടതല്ലേ നിങ്ങളെല്ലാവരും. എന്നിട്ടും ഞാൻ നിങ്ങളോട് ക്ഷമിക്കണോ? അതേസമയമായിരുന്നു ഗൗതമി ആ റൂമിലേക്ക് കയറി വന്നതും. ദേഷ്യത്തോടെ ഇരിക്കുന്ന പാറുവിനെയും കണ്ണുനീരോടെ നിൽക്കുന്ന ലളിതയെയും അഞ്ജുവിനെയും കണ്ടതും ഗൗതമി കാര്യങ്ങളുടെ വശം ഏകദേശം മനസ്സിലാക്കി. ലളിത നേരത്തെ എത്തിയോ? ഉവ്. ഇപ്പോഴും ഡ്രൈവർ രാഘവൻ്റെ ഭാര്യയായി തന്നെയാണ് ലളിത ഗൗതമിയുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളെന്തെങ്കിലും കുടിച്ചോ? പഴയ ഗൗതമിൽ നിന്നും ഒരുപാട് മാറിയിട്ടുണ്ട് അവർ. അതുകൊണ്ട് തന്നെ താഴെ തട്ടിലുള്ളവരോട് മൃദുത്വം സ്വീകരിച്ച് സംസാരത്തിലും അവർ. ഇല്ല, ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഗൗതമിയോട് പറയുന്നതിനോടൊപ്പം ഒരു നോക്ക് തൻ്റെ മകളെയും ലളിത നോക്കി. അമ്മേ, ഞാൻ പുറത്തുണ്ടാകും. ലളിതയെയും അഞ്ജുവിനെയും നോക്കാതെ ആ കുഞ്ഞു പെണ്ണിൻ്റെ കയ്യിലൊന്ന് പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് പാറു ഗൗതമിയോട് പറഞ്ഞ് ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. സങ്കടപ്പെടേണ്ട ലളിതേ, ശരിയാകും. നിങ്ങളെക്കാൾ വലിയ തെറ്റ് ചെയ്തവരാണ് ഞാനും അമ്മയും. പാറു നിങ്ങളോട് ക്ഷമിക്കും. ഞങ്ങളോട് ക്ഷമിക്കാൻ അവളുടെ മനസ്സ് പ്രാപ്തമായെങ്കിൽ നിങ്ങളോടും അവൾ ക്ഷമിച്ചിരിക്കും.
ഗൗതമിയുടെ വാക്കുകൾ ആശ്വാസം നൽകുകയായിരുന്നു ലളിതയ്ക്കും അഞ്ജുവിനും. അതേസമയം പാറുവിനോടുള്ള ഗൗതമിയുടെ താല്പര്യവും അവർ കാണുകയായിരുന്നു. എല്ലാ തരത്തിലും പാറു ഭാഗ്യം ചെയ്തവളാണെന്ന് ആ നിമിഷം ലളിതയും അഞ്ജുവും മനസ്സിലാക്കി. എന്താടാ മോനെ ഒരു ഇളക്കം? ഇളക്കമോ? എന്തിളക്കം? ഗോവർദ്ധൻ കണ്ണനെ കൂർപ്പിച്ച് നോക്കി ചോദിച്ചു. അല്ല, ഇതിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും നീ ഒരു 10 പ്രാവശ്യമെങ്കിലും വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് പോയിട്ടുണ്ടാകും. ഇതിനു മാത്രം നിനക്ക് എവിടുന്ന ഇത്ര ദാഹം? കണ്ണൻ്റെ സംസാരത്തിലെ കളിയാക്കൽ വ്യക്തമായി ഗോവർദ്ധന് മനസ്സിലായിരുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാം കണ്ണ. നീ ഉദ്ദേശിക്കുന്ന ടൈപ്പല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപും പല അവസരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിന്, ഇന്നലെ രാത്രി പോലും. അപ്പോഴൊന്നും തോന്നാത്തത് ഇങ്ങനെ ഒളിച്ചും പാത്തും ചെയ്യേണ്ട ആവശ്യം ഗോവർദ്ധനില്ല. ഇങ്ങനെ ചൂടാവല്ലടോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഗോവർദ്ധൻ്റെ ചുമലിൽ പതിയെ തല്ലിക്കൊണ്ട് കണ്ണൻ അവൻ്റെ അരികിലേക്ക് ഇരുന്നു. ചൂടായതല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. അപ്പോൾ നിനക്കൊരിക്കൽ നിന്റെ ഭാര്യയോട് ഇഷ്ടം തോന്നില്ലേ? കളിയാക്കലില്ലാതെ പരിഹാസമില്ലാതെ ഗൗരവത്തോടെ ചോദിച്ചു കണ്ണൻ. എനിക്ക് ആരോടും ഒരു ഇഷ്ടവുമില്ല, നീ ആ വിഷയം അങ്ങ് വിട്ടെ. ഗൗരവത്തോട് ഗോവർദ്ധൻ പറഞ്ഞതും കണ്ണൻ പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പോൾ കണ്ണന് ഉറപ്പുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഗോവർദ്ധൻ അടുക്കളയിലേക്ക് പോയത് ഗൗരിയെ കാണാനാണെന്ന്. തൻ്റെ മുന്നിൽ ചെറുതാവാതിരിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണെന്നും. സന്ധ്യയോടെ അടുത്തതും കല്യാണ വീട്ടിൽ അലങ്കാര ദീപങ്ങൾ തെളിഞ്ഞു. ദേവുവിനെ സുന്ദരിയായി ഒരുക്കിയിട്ടുണ്ട്. ആട്ടും പാട്ടവുമായി തലേ ദിവസത്തെ പരിപാടി ഗംഭീരമാക്കി എല്ലാവരും കൂടി. 10 മണിയോടടുത്തതും പാറുവിനെയും കൂട്ടി ഗൗതമിയും ശിവയും മനക്കളേക്ക് തിരിച്ചിരുന്നു. ആ സമയം അത്രയും തൻ്റെ വീട്ടിലുള്ളവരോട് പാറു സംസാരിച്ചിരുന്നില്ല. ഉണ്ണിയോടും കുഞ്ഞിനോടുമല്ലാതെ മറ്റാരോടും അവൾ അടുത്തിരുന്നില്ല. കിട്ടിയ തക്കത്തിനൊക്കെ ലളിതയും അഞ്ജുവും അവളോട് സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിലും അപ്പാടെ ഒഴിഞ്ഞു പോകുകയായിരുന്നു പാറു. രാഘവനെയും കല്യാണ വീട്ടിൽ കണ്ടെങ്കിലും പാറു കണ്ടതായി ഭാവിച്ചില്ല. മകളുടെ അവഗണന അയാളെയും വേദനിപ്പിച്ചതുമില്ല. കല്യാണ തലേന്നത്തെ പാർട്ടിയും കഴിഞ്ഞ് ഓരോരുത്തരായി കയ്യാലത്ത് വീട്ടിൽ നിന്നും പോകാൻ തുടങ്ങി. ഈ സമയം കൊണ്ട് ദേവു ആകെ അവശയായി. വെയിറ്റ് കൂടിയ ലഹങ്കയൊക്കെ ഊരിമാറ്റി സാധാരണ ഒരു ടോപ്പും പാൻറ്റും എടുത്തിട്ടു അവൾ. ഈ സമയം അത്രയും അടുക്കളയിലായിരുന്നു ഗൗരി. എന്തോ അവൾക്ക് ആൾക്കൂട്ടത്തിലേക്ക് ചെന്നിറങ്ങാൻ ഒരു മടി. സാരിയായിരുന്നു അവളുടെ വേഷം. സാരിത്തുമ്പ് അരയിൽ ചുറ്റി വെറുതെ അടുക്കളയിൽ നിന്നു. ആരെങ്കിലും വരുമ്പോൾ മാത്രം എന്തെങ്കിലും പാത്രം എടുത്ത് കഴുകും, വരുന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം. നീ എന്താടി പുറത്തേക്കൊന്നും വരാതെ? സന്ധ്യ തൊട്ട് പുറത്തേക്കൊന്നും ഗൗരിയെ കണ്ടിരുന്നില്ല ഗോവർദ്ധൻ. നാട്ടിലുള്ളവരും ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അവൻ അകത്തേക്ക് വരാനും കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പോയി കഴിഞ്ഞ് ശാന്തമായതും ഗോവർദ്ധൻ അകത്തേക്ക് വന്ന് ഗൗരിയെ നോക്കിയപ്പോൾ അവിടെയൊന്നും അവളെ അവൻ കണ്ടില്ല. അവൻ നേരെ അടുക്കളയിലേക്ക് വരുമ്പോൾ കാണുന്നത് അടുക്കളപ്പുറത്തെ തിണ്ണയിലിരിക്കുന്ന ഗൗരിയായിരുന്നു. പെട്ടെന്ന് ഗോവർദ്ധൻ്റെ ശബ്ദം കേട്ടതും അവൾ ചാടി എഴുന്നേറ്റു. നിനക്കെന്താടി, ചെവി കേട്ടൂടെ? എനിക്ക് നല്ല തലവേദന, അതാ ഞാൻ പുറത്തേക്കൊന്നും വരാതിരുന്നത്. പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തല വെട്ടിപ്പൊളയുന്നത് പോലെ. അതൊരു സത്യമായിരുന്നു. രാവിലെ തൊട്ടേ ബഹളവും പണിയുമായി അവൾ ആകെ തളർന്നിരുന്നു. നീ എന്തെങ്കിലും കഴിച്ചോ? ഗോവർദ്ധൻ്റെ ശബ്ദത്തിൽ ഗൗരവം തന്നെ. ഗൗരി ഒന്ന് മൂളി. ഇതേസമയം ഗൗരിയെ മൊത്തത്തിലൊന്ന് നോക്കിക്കാണുകയായിരുന്നു ഗോവർദ്ധൻ. ഓറഞ്ച് കളറിൽ അറ്റത്തായി മിറർ വർക്ക് വരുന്ന സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. എന്നും എഴുതാറുള്ളത് പോലെ കണ്ണ് വാലിട്ട് എഴുതിയിട്ടുണ്ട്. നെറ്റിയിൽ കുഞ്ഞു പൊട്ടും നെറുകയിൽ കട്ടിയിൽ സിന്ദൂരവും. ആഭരണമായി തൻ്റെ താലിയും കയ്യിൽ ഓരോ വളയും മാത്രമേ ഉള്ളൂ. കാതിൽ കുഞ്ഞു ജുമുക്കിയും. പക്ഷേ ഈ വേഷത്തിൽ അത് സുന്ദരിയായിരിക്കുന്നു അവൾ. അല്ലെങ്കിലും ഇളം കളറുള്ളവൾ, ബ്രൗണിഷ് ചുണ്ടുള്ളവൾ. ഗോവർദ്ധൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകെ അളഞ്ഞിരുന്നു. നിങ്ങൾ ഇവിടെ നിൽപ്പുണ്ടോ?
അതേസമയമായിരുന്നു ടീച്ചർ അടുക്കളയിലേക്ക് കയറി വന്നത്. അടുക്കളപ്പുറത്തേക്കുള്ള വാതിൽപ്പടിയിൽ ഗോവർദ്ധനെ കണ്ടതും സംശയത്തോടെ ടീച്ചർ വരുമ്പോഴാണ് പുറത്തു നിൽക്കുന്ന ഗൗരിയെയും ടീച്ചർ കണ്ടത്. രണ്ടുപേരെയും അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ചമ്മിയെങ്കിലും ടീച്ചർ ആ വല്ലായ്മ മറച്ചു വെച്ച് ചോദിച്ചു, ആ. ഗോവർദ്ധൻ തിരിഞ്ഞ് അമ്മയെ നോക്കി. ഗൗരിയും ഗോവർദ്ധനെയും കടന്ന് അകത്തേക്ക് കയറി വന്നു. തലവേദന കുറഞ്ഞോ ഗൗരി? ടീച്ചർ ചോദിച്ചതും ഗൗരി ഗോവർദ്ധനെയും ഒന്ന് നോക്കി കുറഞ്ഞെന്നർത്ഥത്തിൽ ടീച്ചറെ നോക്കി തലയാട്ടി. എന്തെങ്കിലും കഴിച്ചോ നീ? നേരത്തെ വിളിച്ചപ്പോഴും വന്നില്ലല്ലോ. എനിക്ക് വിശപ്പില്ല അമ്മേ, ഒന്ന് കിടക്കണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? വിശക്കില്ലേ? മോൾക്ക് വേറെ വല്ല വയ്യായികയും ഉണ്ടോ? ഗൗരിയുടെ നെറ്റിയിൽ തൊട്ടു നോക്കി ടീച്ചർ. പനിയൊന്നുമില്ല. ചിലപ്പോൾ രാവിലെ തൊട്ടേ റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുന്നതല്ലേ, അതിൻ്റെ ക്ഷീണമാകും. മോൾക്കൊന്നും വേണ്ടെങ്കിൽ പോയി കിടന്നോ. ആ പാലങ്ങ് എടുത്ത് കുടിച്ചേക്ക്, ഇല്ലെങ്കിൽ രാവിലെ തളർച്ച തോന്നും. ടീച്ചർ പറഞ്ഞതും അത് നിഷേധിക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല. അടച്ചു വെച്ച പാലിൽ നിന്നും ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ച് ഗോവർദ്ധനെയും ഒന്ന് നോക്കി ഗൗരി റൂമിലേക്ക് പോയി. ഗോപു, അതിന് ബാം ഒന്ന് തടവി കൊടുക്ക്. രാവിലെ തൊട്ടേ പണിയല്ലേ, അതിൻ്റെ ക്ഷീണമാകും. ഒന്ന് മാറ്റി നിർത്താമെന്ന് വെച്ചാൽ അറിയാലോ. അമ്മായിമാരുടെയും ഇളയമ്മമാരുടെയും സ്വഭാവം പുതുപ്പെണ്ണ് അകത്ത് കയറി കിടന്നെന്ന് പറയും. മനുഷ്യൻ്റെ അവസ്ഥ ആരും മനസ്സിലാക്കില്ലല്ലോ. കുറ്റപ്പെടുത്താനേ ആളുണ്ടാകും. അത്രയും പറഞ്ഞ് ദീർഘശ്വാസം വിട്ട് ടീച്ചർ അടുക്കളയിൽ നിന്നും പോയി. അതേസമയം തന്നെ പുറത്തു നിന്നും ഒരു കുപ്പി നീട്ടി കാണിച്ച് കണ്ണൻ ഗോവർദ്ധനെ വിളിച്ചിരുന്നു. 2 എണ്ണം അടിക്കണമെന്ന് ഗോവർദ്ധൻ തന്നെയായിരുന്നു കണ്ണനോട് പറഞ്ഞത്. അപ്പോൾ തന്നെ കണ്ണൻ പോയി നല്ലൊരു സാധനം ഒപ്പിച്ചു കൊണ്ടുവന്നതാണ്. വേഗം 2 എണ്ണം ഒഴിക്ക്. ധൃതിയിൽ കണ്ണനോട് പറയുന്നതിനോടൊപ്പം ഗ്ലാസും വെള്ളവും ഒക്കെ സെറ്റാക്കിയിരുന്നു ഗോവർദ്ധൻ. എന്തിനാടാ ഇത്ര തിരക്ക്? വേഗം വേഗം വീശുന്നവനെ നോക്കി അന്താളിപ്പോടെ കണ്ണൻ ചോദിച്ചു. ഏയ്, ആരെങ്കിലും കണ്ടാൽ. വീണ്ടും 4ാമത്തേതും കൂടി വീശിക്കൊണ്ട് കണ്ണനെ നോക്കി എളിച്ചു കാണിച്ച് ഗോവർദ്ധൻ വന്ന വഴി അകത്തേക്ക് പോയപ്പോൾ ഇതെന്ത് കഥ എന്ന മട്ടിൽ കണ്ണു മെഴിച്ചു നോക്കി നിന്നു കണ്ണൻ. നീ ഇതെവിടെയായിരുന്നു ഗോപു? അടുക്കള വഴി അകത്തേക്ക് കയറി വന്നവനോട് ടീച്ചർ ചോദിച്ചു. ഞാൻ പുറത്ത്. അമ്മയിൽ നിന്നും അല്പം അകലം പാലിച്ചു കൊണ്ടാണ് ഗോപു സംസാരിക്കുന്നത്. സംസാരത്തിൽ ചെറിയൊരു കുഴച്ചിലുണ്ട്. അവൻ്റെ നിൽപ്പിലും സംസാരത്തിലുമുള്ള കുഴച്ചിൽ വ്യക്തമായി ടീച്ചർക്ക് മനസ്സിലായി. അതിനെന്നോളം ടീച്ചർ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടൊന്ന് മൂളി. അമ്മ ഉറങ്ങിയില്ലേ? ഉറങ്ങിയെങ്കിൽ ഇതൊന്നും കാണാൻ കഴിയില്ലല്ലോ. അപ്പോഴും മകനെ കടുപ്പിച്ചു തന്നെ ടീച്ചർ നോക്കുന്നുണ്ട്. ഗോവർദ്ധൻ പിന്നെ ഒന്നും ഒഴിഞ്ഞില്ല. അമ്മയുടെ മുന്നിൽ നിന്നും തല താഴ്ത്തി നിന്നു. ദാ, ഗൗരിയുടെ നെറ്റിയിൽ തടവി കൊടുക്ക്. അതിന് നല്ല തലവേദന ഉണ്ടെന്ന് തോന്നുന്നു. രാവിലെ തൊട്ടുള്ള അലച്ചിലല്ലേ? മകൻ്റെ നേർക്ക് ചെറിയൊരു ബോട്ടിൽ നീട്ടിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു. അമ്മ നീട്ടിയ ബോട്ടിൽ വാങ്ങിച്ചുകൊണ്ട് അമ്മയെ നോക്കി ചിരിച്ചു ഗോവർദ്ധൻ തൻ്റെ റൂമിലേക്ക് നടന്നു. ഇനിയും അമ്മയോട് സംസാരിച്ച് നിന്നാൽ ശരിയാവില്ലെന്ന് അവന് തന്നെ മനസ്സിലായിരുന്നു. റൂമിലേക്ക് പോകുന്ന മകനെ നോക്കി ചെറു ചിരിയോടെ ടീച്ചറും തൻ്റെ റൂമിലേക്ക് നടന്നിരുന്നു. റൂമിലേക്ക് കയറി വരുമ്പോൾ ചുമരിന് പറ്റിച്ചേർന്ന് കിടക്കുന്ന ഗൗരിയെ അവൻ കണ്ടു. വാതിലടച്ച് കയ്യിലെ ബോട്ടിൽ അവിടെയുള്ള സൈഡ് ടേബിളിലേക്ക് വെച്ച് വാഷ്റൂമിലൊക്കെ പോയി വന്നവൻ ധരിച്ചിരിക്കുന്ന ഷർട്ട് ഊരി മാറ്റി പതിയെ ബെഡിലേക്ക് കിടന്നു. അപ്പോഴും റൂം ലൈറ്റ് ഓഫ് ചെയ്തിരുന്നില്ല. അല്പസമയം റൂം സീലിങ്ങിലേക്ക് നോക്കിക്കിടന്നവൻ പതിയെ ഗൗരിയുടെ നേർക്ക് നോട്ടം പായിച്ചു. ക്ഷീണത്തിൽ തളർന്നുറങ്ങുകയാണ് ഗൗരി. ഗോവർദ്ധൻ വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് അമ്മ ഗൗരിയുടെ നെറ്റിയിൽ തടവിക്കൊടുക്കാൻ തന്ന ബാം ഓർമ്മ വന്നതും അവൻ എഴുന്നേറ്റ് ടേബിളിൽ വെച്ചിരിക്കുന്ന ബോട്ടിലെടുത്ത് തുറന്ന് പതിയെ കയ്യിലേക്ക് അല്പം ബാം എടുത്ത് ഗൗരിയുടെ അടുത്തേക്ക് പതിയെ നീങ്ങിയിരുന്നു. അവളുടെ നെറ്റിയിൽ തൊടാൻ വല്ലായ്മ ഉണ്ടെങ്കിലും കയ്യിലെ മരുന്ന് പതിയെ അവളുടെ നെറ്റിയിലേക്ക് തടവി കൊടുക്കാൻ തുടങ്ങി ഗോവർദ്ധൻ. നെറ്റിയിൽ തണുപ്പറിഞ്ഞതും ഗൗരി കണ്ണുകൾ പതിയെ തുറന്നു. എന്നാൽ അടുത്തിരിക്കുന്ന ഗോവർദ്ധനെ കണ്ടതും അവൾ ഞെട്ടലോടെ പിടഞ്ഞെഴുന്നേറ്റു. അമ്മ മരുന്ന് തടവിത്തരാൻ പറഞ്ഞിരുന്നു.
പേടിച്ചിരണ്ട അവളുടെ നോട്ടം കണ്ടതും ഗോവർദ്ധൻ പറഞ്ഞു, വേദന കുറവുണ്ട്. അവനോട് പറയുന്നതിനോടൊപ്പം ചുരിദാർ താഴ്ന്നു കിടക്കുന്ന കഴുത്തും ശരിയാക്കി അവൾ. ഗൗരിക്ക് എന്നെ പേടിയാണോ? സംസാരത്തിലെ കുഴച്ചിലും തൻ്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കുന്നവൻ്റെ പ്രകൃതവും കണ്ണിലെ ചുവപ്പ് രാശിയുടെ മാറ്റവും കണ്ടപ്പോൾ ഗൗരിക്ക് മനസ്സിലായിരുന്നു ഗോപേട്ടൻ കുടിച്ചിട്ടുണ്ടെന്ന്. നിക്കെന്തിനാ പേടി? ഗോപേട്ടൻ കിടന്നോ? നേരം ഒരുപാടായില്ലേ? രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ? വല്ലാത്തൊരു പരവേശം അവളിൽ നിറഞ്ഞു. പ്രത്യേകിച്ച് അവൻ്റെ നോട്ടവും ഭാവവും അവൾക്ക് പുതുമയുള്ളതായിരുന്നു. പിന്നെന്തിനാ എന്നെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ? അവൻ്റെ നോട്ടത്തിൽ ഇതുവരെ കാണാത്ത മറ്റൊരു ഭാവം ഗൗരി കാണുന്നുണ്ടായിരുന്നു. എന്നും തന്നോടുള്ള വിദ്വേഷമാണ് ആ കണ്ണുകളിലെങ്കിൽ ഇന്നും മറ്റൊരു ഭാവം. അതിനെന്നോളം അവളുടെ നെഞ്ചിടിപ്പും കൂടി. എങ്ങനെയൊക്കെ? അവനോട് സംസാരിക്കുവാൻ വല്ലായ്മ തോന്നി ഗൗരിക്ക്. എന്നെ കാണുമ്പോൾ എന്തിനാ ഒഴിഞ്ഞു മാറുന്നത്? എന്തിനാ എന്നെ കാണുമ്പോൾ ഭയക്കുന്നത്? ഞാൻ ഉപദ്രവിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഗൗരിക്ക്? ഗോപേട്ടൻ കിടക്ക്, നമുക്ക് രാവിലെ സംസാരിക്കാം. അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി പതിയെ കിടക്കാൻ പോയവരുടെ കൈത്തണ്ടയിൽ ഗോവർദ്ധൻ പിടിച്ചു. ഞാൻ ചോദിച്ചതിന് മറുപടി താ ഗൗരി. വല്ലാത്തൊരു ഭാവത്തോടെ ഇന്നോളം ഗോവർദ്ധനിൽ നിന്നും ഗൗരി ഏറ്റുവാങ്ങാത്ത മറ്റൊരു വികാരത്തോടെയുള്ള അവൻ്റെ സംസാരം ഒരു വേള ഗൗരിയെയും പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നുണ്ട്. എനിക്ക് ഗോപേട്ടനെ പേടിയൊന്നുമില്ല, കുറ്റബോധം മാത്രമേ ഉള്ളൂ. ഞാൻ കാരണം ഗോപേട്ടൻ്റെ ജീവിതം നശിച്ചില്ലേ? ഞാൻ നാളെയോ മറ്റന്നാളോ വീട്ടിലേക്ക് പോയിക്കോളാം. ഇനി ഇവിടേക്ക് വരണ്ടെന്ന് നനച്ചതാ. പക്ഷേ അമ്മയെയും അച്ഛനെയും ഓർത്തപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞാൽ പോയിക്കോളാം ഗോപേട്ട. എന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടുന്ന നടപടികളൊക്കെ ഗോപേട്ടൻ ചെയ്തോളൂ. ഞാൻ എല്ലാത്തിനും നിന്ന് തന്നോളാം. അപ്പോൾ ഗൗരിക്ക് ഗോവർദ്ധൻ്റെ ജീവിതത്തിൽ നിന്നും പോകണമല്ലേ? ചോരക്കണ്ണുകളോടെ ഗൗരിയെ നോക്കിയുള്ള അവൻ്റെ ചോദ്യം. അർഹതയില്ലാത്തതൊന്നും ഗൗരിക്ക് വേണ്ട ഗോപേട്ട. ഉറച്ച വാക്കുകളായിരുന്നു ഗൗരിയുടേത്. പിന്നെ എന്തിനാണ് ഡാഷ് മോളെ എൻ്റെ ജീവിതം കളഞ്ഞു കുടിക്കാൻ കെട്ടിയെടുത്തത്? പറയുന്നതിനോടൊപ്പം ഗൗരിയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു ഗോവർദ്ധൻ. വിട്. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കണ്ണുകളിലെ അഗ്നി അവൾ കാണുന്നു. അല്പം മുമ്പ് ആ കണ്ണുകളിൽ കണ്ടിരുന്നില്ല ഭാവമായിരുന്നില്ല ആ നിമിഷം ഗൗരി അവൻ്റെ കണ്ണുകളിൽ കണ്ടത്. പറയടി, പിന്നെ എന്തിനാണ് എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തിയത്? അർഹതയില്ലാത്തടുത്ത് വലിഞ്ഞു കയറി വന്നത് എന്തിനാ? എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എന്തിനാ നീ എൻ്റെ ജീവിതത്തിലേക്ക് കെട്ടിയെടുത്തത്? അവൻ്റെ കൈയുടെ ശക്തി കൂടിയതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളമ്പാൻ തുടങ്ങി. ഗോപേട്ട! ഗൗരി വേദനയോടെ വിളിച്ചതും അതേ നിമിഷം ഗോവർദ്ധൻ ഗൗരിയുടെ കുത്തിപ്പിടിച്ച കവിളിൽ നിന്നും തൻ്റെ കൈകൾ എടുത്തു മാറ്റിയിരുന്നു. ഗൗരി കരയുകയാണ് നിശബ്ദമായി. മോങ്ങാതെ കിടക്കാൻ നോക്കടി. ഗോവർദ്ധൻ്റെ ശബ്ദത്തിൽ തീരെ മയമുണ്ടായിരുന്നില്ല. ഗൗരിയുടെ വാക്കുകൾ അത് അവനെ പൊള്ളിക്കുന്നു. ഞാൻ നാളെ പോയിക്കോളാം, എന്നെ ഉപദ്രവിക്കരുത്. ഒരിക്കൽ കൂടി അവന് മുന്നിൽ കൈകൾ കൂപ്പി അവൾ കേണതും അവളെ പിടിച്ചു വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു ഗോവർദ്ധൻ. പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടാതിരുന്നില്ല ഗൗരി. ഒപ്പം അവനിൽ നിന്നും അകന്നു മാറുവാൻ അവൾ തന്നെ കൊണ്ടാവുന്ന വിധം അവനെ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷെ അവൻ്റെ കരുത്തുറ്റ കൈക്കുള്ളിൽ ആ കുഞ്ഞിപ്പെണ്ണ് പിടയുകയായിരുന്നു. ഗോപേട്ട വീട്. തന്നെ ആഞ്ഞു പുണർന്നവൻ്റെ മൂർഖം കൂടുന്നതിനനുസരിച്ച് അവൾ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ പിടുത്തം മുറുകിക്കൊണ്ടിരുന്നതല്ലാതെ അവൻ ഒരു അയവും വരുത്തിയില്ല. ഗോപേട്ട പ്ലീസ് വീട്. അവൻ്റെ നഗ്നദേഹത്ത് അവൾ തല്ലുകയും പിച്ചുകയും ചെയ്യുന്നുണ്ട്. കിസ്മി ഗൗരി. വല്ലാത്തൊരു ഭാവത്തോടെ വികാരത്തോടെ ഗൗരിയെ നോക്കിക്കൊണ്ട് ചെറു പുഞ്ചിരിയോടെ ഗോവർദ്ധൻ പറഞ്ഞതും ഗൗരിയുടെ പിടച്ചിൽ താനെ നിന്നുപോയി. നിറ കണ്ണുകളോടെ അവൾ ഗോവർദ്ധനെ നോക്കി. തുടരും. അപ്പോൾ എന്നും പറയാനുള്ളതേ ഇന്നും പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. പിന്നെ നമുക്ക് ഈ സ്റ്റോറിയോട് വിട പറയാൻ നേരമായിരിക്കുന്നു.
ഇനി കുറച്ച് പാർട്ടുകൾ മാത്രം. നമുക്ക് വീണ്ടും പുതിയ പുതിയ സ്റ്റോറികളുമായി വരാട്ടോ. അപ്പോൾ മറക്കല്ലേ സബ്സ്ക്രൈബ്, പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം പറയണേ. നിങ്ങളുടെ ഓരോ വാക്കിനു വേണ്ടിയും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാട്ടോ.